Yes, sir. Okay, sir. Yes, sir. So, சீக்கிரம் வேட்டையாடும் போது காலை செருப்பா இருக்கணும். அப்போது பசியோடு இருக்கும் போது காடு பட்டி கிடக்கணும். சார் நம்ம முன்னாடி சந்தனத்துக்கு சார் கிடைச்சிருச்சுன்னா എന്റെ 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിനും പറ്റിയില്ലെങ്കിൽ സ്റ്റാൻലി ജോൺ സദാശിവ മോഹൻലാലിന്റെ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും. ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാ സാറേ ഇത്. ഇതാ പൊന്നൻ ഗജരാജമുത്ത് കളയുന്ന ഹൈറേഞ്ചിലാണേലും അങ്ങ് പാരിസി പൊച്ചറിയ സാത്താന് അവന്റെയൊക്കെ അമ്മയുടെ ഒരു ഗജരാജമുത്ത് പൊക്കണം സാത്താന്റെ ഹൈറേഞ്ചിൽ നിന്ന്. ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. പിന്നെ ഈ പറഞ്ഞ 2 പേരാണ് എനിക്ക് സാറിന് ദോഷം വേണ്ട. മേനോൻ സാർ മഹാരാജ് പഴയ കേസ് ക്യൂക്കാരനായിരുന്നല്ലേ. അവിടുത്തെ SFI പിള്ള റെഡി അതോ സന്ധ്യതാണ് കരുതരുത്. പരമാറി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്ന ബോധനൊക്കെ വേണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും. എടാ പോസ്റ്റ് ഗ്രാജുവേഷൻ MPയിൽ കഴിച്ച് കോളേജ് അധ്യാപകന് ഞാൻ ആ പണി വേണ്ടെന്ന് വെച്ച് SATC ഒന്നാക്കാൻ വെച്ച് ഈ പണിക്ക് വന്നതേ നിന്നെ പോലുള്ള ഊരമ്പകൾക്ക് ഇറക്കാനല്ല. സേതുമാധവൻ കീരിക്കാട് അടിക്കാൻ വേണ്ടി തിയേറ്ററിൽ പോവോ നമ്മളൊന്ന് വിളിച്ചു പറയും. അത് തോപ്പിക്കാൻ പറ്റൂല വിളിച്ചു പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. കീരിക്കാട് അടിച്ച് തോപ്പിക്കാൻ പറ്റില്ല. ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക. കല്ലോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. ഇന്ന് എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. 1,25,00,000 രൂപ. അപ്പൊ പൊട്ടന ഇത്രയൊക്കെ ചെയ്ത പൊട്ടന മുണ്ടെടുക്കാൻ അറിയാതെ മലയാളം സംസാരിക്കാൻ അറിയാതെ ഉപദേശം കൊള്ളാൻ സാറേ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഇവിടെ ബോംബെക്കാര യാവൂന്ന് പറയണം. കീബോർഡ് ഇങ്ങനെ കുത്തി പിടിക്കണ്ടല്ലോ. എന്തായാലും ചില ആളുകൾ ചോദിക്കുക നിങ്ങളോ എന്ത് സാധനം അടിച്ചത്. നാളെ എല്ലാവരും അടിക്കുന്ന സാധനം നമ്മൾ അടിക്കുക. പ്രത്യേകിച്ച് സാധനം അടിക്കല്ലോ ഉണ്ടാ ഉണ്ടാ. ഇങ്ങനെ എനിക്ക് പുള്ളി വയ്ക്കും. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പൊ നമുക്ക് വളരെ സമയക്കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദൂരെ പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൻ കാവലിനുള്ളിൽ ആരും തുടച്ചില്ല. ദൂരെ നിന്ന് പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. കാണാ കണ്ണീരിൻ കാവലിനുള്ളിൽ ആരും തുടച്ചില്ല. ഇനി ശ്രദ്ധിക്കണം. ഈ ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനറിയുമ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചു കിടക്കെ. പുള്ളിക്ക് ഭയങ്കര സന്തോഷം. മച്ചകത്താരോ തേങ്ങി പറക്കും അമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ. ഇനി മെയിൻ സാധനം ഇന്നലെ ഇങ്ങനെ ഒരു ആംബിയൻസിലേക്ക് പുള്ളി